കാമുകിയുമായി വേർപിരിഞ്ഞ നാളിലാണ് അമ്മയുടെ പ്രേമബന്ധം ഞാൻ അറിയുന്നത്. അരിശം കയറിയ തലയുമായാണ് കോളേജിൽ നിന്ന് അന്ന് ഞാൻ വീട്ടിലേക്കെത്തിയത്. അമ്മച്ചൻ ഇതെന്ത് തേങ്ങയാണ് പറയുന്നത്? അതേടാ, റേഷൻ കടയിലെ രാജപ്പനുമായി നാട്ടിലിനി നീയേ അറിയാനുള്ളൂ. കയ്യിലുണ്ടായിരുന്ന ബാഗ് ഹാളിലെ സോഫയിലേക്ക് വലിച്ചെറിഞ്ഞതിന് ശേഷം അമ്മേ എന്ന് വിളിച്ച് ഞാൻ അലറി. അനിയത്തിയാണ് ആദ്യം ഓടി വന്നത്. പിറകിലൂടെ ചക്കയുടെ വെളനീരൊട്ടിപ്പിടിച്ച കൈകളുമായി അമ്മയും വന്നു. ഞാൻ കണ്ണുകൾ ഉരുട്ടി. അമ്മ പേടിച്ചില്ല. പകരം എന്താടാ ഇങ്ങനെ കൂവുന്നതെന്നും നിന്റെ അമ്മ ചത്തില്ലെന്നും പറഞ്ഞു. ഞാൻ ആകെ ചൂളിപ്പോയി. അത് മറച്ചുകൊണ്ടാണ് പ്രായമാകുമ്പോൾ അമ്മയ്ക്കിത് എന്തിൻ്റെ സൂക്കേടാ എന്ന് ഞാൻ ചോദിച്ചത്. എന്തിൻ്റെ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എൻ്റെ ശബ്ദം വിറച്ചു. നീ പറയടാ. അമ്മയുടെ ശബ്ദം കനത്തു. റേഷൻ കടയിലെ രാജപ്പനുമായുള്ള സൂക്കേട്. അമ്മ മറുപടി എന്നോണം രണ്ടടി മുന്നോട്ട് കയറി വന്ന് പോടീ എന്ന് അനിയത്തിയോട് കൽപ്പിച്ചു. കേട്ടപ്പോൾ അമ്മച്ചനും അനിയത്തിയുടെ പിറകിലൂടെ അകത്തേക്ക് പോയി. പിന്നീട് രൂപം കൊണ്ട ശാന്തതയിൽ അമ്മ എൻ്റെ അടുത്തേക്ക് വരികയായിരുന്നു. എന്തിനെന്ന് ചിന്തിക്കും മുമ്പേ പൊട്ടാസ് പൊട്ടുന്നത് പോലെ ഒരടി കവിളിൽ തന്നു. നീ എൻ്റെ അച്ഛനാകല്ലടാ എന്നും പറഞ്ഞ് അമ്മ അടുക്കളയിലേക്ക് പോകുന്നത് കവിളിൽ പറ്റിയ ചക്കയുടെ വെളനീർ തൊട്ടാണ് ഞാൻ നോക്കി നിന്നത്. കാമുകി പോയതിൻ്റെ പിന്നാലെ അമ്മയുടെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടുകയും ചെയ്തപ്പോൾ എൻ്റെ തലയ്ക്ക് പിന്നെയും ഭ്രാന്തി പിടിച്ചു. ആ ദേഷ്യത്തിൻ്റെ ഭ്രാന്ത് തൊട്ടടുത്തുണ്ടായ 18 ഇഞ്ചിൻ്റെ ടി വിയിൽ എൻ്റെ വലത് കൈ കൊണ്ട് കുത്തിപ്പിച്ചു. ടി വിയും കൈയും ഒരുപോലെ തകർന്നു. 3 പേരും വീണ്ടും ഹാളിലേക്ക് എത്തിയിട്ടും ആരും ഒന്നും മിണ്ടിയില്ല. എനിക്ക് മാത്രം വേദനിച്ചത് ഞാൻ കാട്ടിയതുമില്ല. നാളുകൾ കഴിഞ്ഞിട്ടും വീട്ടിലുള്ള ആരോടും സംസാരിക്കാൻ എനിക്ക് തോന്നിയിരുന്നില്ല. അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ദേഷ്യം പടപടാന്ന് നെഞ്ചിൽ അനങ്ങുന്നു. കാമുകിയെ കല്ലെടുത്തെറിയാൻ തോന്നുന്നു. ലോകം അതിൻ്റെ എല്ലാ പരിഹാസങ്ങളോടും കൂടി എൻ്റെ ജീവിതത്തോടിളിച്ചപ്പോൾ താമസം ഞാൻ ഹോസ്റ്റലിലേക്ക് മാറ്റി. വർഷം 1 കഴിഞ്ഞിട്ടും ഞാൻ വീട്ടിലേക്ക് പോയതേയില്ല. ആരും എന്നെ തിരക്കിയതുമില്ല. അങ്ങനെ ഒരു വെറുപ്പിൻ്റെ ലോകം എന്നിൽ നിർമ്മിക്കപ്പെടുമ്പോഴാണ് കോളേജിൽ നിന്നൊരു ജൂനിയർ പെണ്ണ് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അവളുടെ പേര് ഗായത്രി എന്നായിരുന്നു. കുങ്കുരുവാവേ എന്ന് വിളിച്ച് മടിയിൽ വെക്കാൻ തോന്നുന്ന ഒരു മുയൽക്കുട്ടിയുടെ ഭാവമായിരുന്നു ഗായത്രിക്ക്. എൻ്റെ ജീവിതത്തിൻ്റെ പാടത്ത് ആ മുയൽക്കുട്ടിക്കുള്ള ക്യാരറ്റ് കൃഷി ചെയ്യാൻ ഞാൻ അങ്ങനെ തീരുമാനിച്ചു. പ്രതീക്ഷിച്ചതുപോലെ അവൾ വരികയും അതൊക്കെ തിന്നുകയും ചെയ്തു. തുടർന്ന് ഞങ്ങൾ പ്രേമത്തിൻ്റെ ആലിംഗനങ്ങളിൽ ഏർപ്പെടുകയായിരുന്നു. ഒരിക്കൽ എൻ്റെ വീട്ടുകാരെക്കുറിച്ച് ഗായത്രി ചോദിച്ചു. എന്തുകൊണ്ടാണ് വീട്ടിലേക്ക് പോകാത്തതെന്നും എത്ര കാലം കൂട്ടുകാരെ ആശ്രയിച്ച് ഇങ്ങനെ ജീവിക്കുമെന്നും ആരാനും. ആ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. അവൾ നിർബന്ധിച്ചുമില്ല. അതുകൊണ്ടായിരിക്കണം പതിയെ എനിക്ക് എല്ലാം പറയാൻ തോന്നിയത്. കണക്കായിപ്പോയി. ചക്കയുടെ വെളനീർ കവിളിൽ പറ്റിയ അടിയുടെ കാര്യത്തിലായിരുന്നു ഗായത്രിയുടെ ആ ഭാഷ്യം. നിങ്ങൾ എന്തൊരു ക്രൂരനാണെന്നും അവൾ മൊഴിഞ്ഞു. കൂടുതലൊന്നും പറയാനും കേൾക്കാനും നിൽക്കാതെ ഞാൻ ഹോസ്റ്റലിലേക്ക് പോവുകയായിരുന്നു. ഞാൻ എങ്ങനെയാണ് ക്രൂരനായതെന്ന ചോദ്യമായിരുന്നു മനസ്സ് മുഴുവൻ പിന്നീട് ചർച്ച ചെയ്തത്. ഓർത്താൽ കാമുകി നഷ്ടപ്പെട്ട ജീവിതത്തിലേക്ക് മറ്റൊരു പെണ്ണിനെ ക്ഷണിക്കാൻ എനിക്ക് സാധിക്കുമെങ്കിൽ അമ്മയ്ക്ക് എന്തുകൊണ്ടായിക്കൂടാ? എൻ്റെയൊക്കെ കുരുന്നു പ്രായത്തിലെ അച്ഛൻ വേറെ ആരുടെയോ കൂടെ പൊറുതി തുടങ്ങിയതാണ്. വാശിയോടെയാണ് ഞാൻ പഠിച്ചതും കോളേജ് വരെ എത്തിയതും. അതിലും വാശിയോടെ 2 പിള്ളേരെയും ചേർത്ത് പിടിച്ച് നടന്ന അമ്മയുടെ ജീവിതം ഞാൻ അറിയാതെ പോയി. ഞങ്ങളുടെ ഭാവി ഓർത്തായിരിക്കണം അമ്മ മറ്റൊരു ജീവിതത്തെക്കുറിച്ച് അന്നൊന്നും ചിന്തിക്കാതിരുന്നത്. ഇനിയെങ്കിലും ഒന്ന് ജീവിക്കണമെന്ന തോന്നൽ വന്നപ്പോൾ വളർത്തി വലുതാക്കിയ മകൻ തന്നെ തടസ്സമായി നിൽക്കുന്നു. ശരിയാണ്, ഞാനൊരു ക്രൂരൻ തന്നെയായിരുന്നു. അടിച്ച കൈകൊണ്ട് തന്നെ അമ്മയെക്കൊണ്ട് എൻ്റെ കവിളിൽ തലോടിക്കുമെന്ന തീരുമാനത്തിൽ പിറ്റേന്ന് കാലത്ത് തന്നെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു. ആദ്യം പോയത് റേഷൻ കടയിലേക്കായിരുന്നു. രാജപ്പനെ കണ്ട് വിശദമായി സംസാരിച്ചു. അയാളുടെ സന്തോഷം എൻ്റെ കണ്ണുകൾ നിറച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. വൈകുന്നേരത്തിനുള്ളിൽ ടൗണിലേക്ക് പോയി കാര്യങ്ങളൊക്കെ തയ്യാറാക്കി ഞാൻ വീട്ടിലേക്ക് ചെല്ലുകയായിരുന്നു. കണ്ടപാടെ അനിയത്തിയും അമ്മച്ചനും ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. എൻ്റെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞുപോയി. ഞാൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞിട്ടും അമ്മ എൻ്റെ അടുത്തേക്ക് വന്നില്ല.
അത്രയ്ക്കും സങ്കടമുണ്ടാകുമെന്ന് മനസ്സിലാക്കിയ ഞാൻ അമ്മയുടെ അടുത്തേക്ക് നടന്നു. ക്ഷമിക്കമ്മേ എന്ന് പറഞ്ഞ് പിറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചപ്പോഴേക്കും അമ്മ വിങ്ങി വിങ്ങി കരയാൻ തുടങ്ങിയിരുന്നു. അന്ന് തല്ലിയ കവിളിൽ തലോടിയും ഉമ്മ വെച്ചും സങ്കടങ്ങളെ ഞങ്ങൾ പരസ്പരം ഉണക്കി. ഒടുവിലാണ് നഗരത്തിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന പൊതി ഞാൻ പുറത്തേക്കെടുത്തത്. തുറക്കുമ്പോൾ അനിയത്തിയും അമ്മച്ചനും അക്ഷമരായി എനിക്കരികിൽ നിന്നു. അമ്മയും ശ്രദ്ധിക്കുന്നുണ്ട്. പുറത്തെടുത്ത കെട്ട് തുറന്നപ്പോൾ സ്വർണ്ണലിപികളിൽ എഴുതിയ ആ കല്യാണക്കത്തിൽ നിന്ന് രാജപ്പൻ്റെ കൂടെ അമ്മയുടെ പേര് കൂടി അനിയത്തി ഉറക്കെ വായിച്ചു. വായിച്ചവളും കേട്ടവരും ഒരുപോലെ ഞെട്ടിയ നിമിഷമായിരുന്നു അത്. ആ നേരം അമ്മയൊരു കുഞ്ഞിനെപ്പോലെ എൻ്റെ നെഞ്ചിലേക്ക് വീഴുകയായിരുന്നു. താങ്ക് യു. കഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കഥയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.